ദുഹാൻ ഇനി 2026 വലിയ ദുഹാൻ 2027 ആയിരിക്കും, പിന്നെ 2028 ആയിരിക്കും. അങ്ങനെ ദുഹാൻ എന്നാൽ പുക. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് പുക മൂടുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിസിക്കലി പുക ലോകത്തൊക്കെ ഉണ്ട്, ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ഇത് ദുഹാന്റെ കാലം തന്നെയാണ്. എന്താ ദുഹാന്റെ കാലം? തിരിച്ചറിവ് നഷ്ടപ്പെടുക, നമുക്ക് മനസ്സിലാവൂല. ഒരു കാലം വരും, ഫിത്തനകൾ ഉണ്ടാവും. ഫാൻസും ജീൻസും ഒക്കെ ധരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ നേരത്തെ തന്നെ കണ്ടത് 25 കൊല്ലം മുമ്പ് കണ്ടത് ഈജിപ്തിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് പെൺകുട്ടികൾ അങ്ങനെ വന്നു കഴിഞ്ഞു. അല്ല ജീൻസ് ധരിക്കുക, അവരുടെ പുക്കിളിനോട് അനുബന്ധിച്ച ഒരു ടോപ്പ് ധരിക്കുക, അതൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് വന്നു. പക്ഷേ ഇത് നേരത്തെ തന്നെ ഈജിപ്തിലുണ്ട്. ഈജിപ്തിന് അത് ആരുടെ സ്വാധീനമാണ്? ഫ്രാൻസിൻ്റെ സ്വാധീനം. ഇതിൽ ഏറ്റവും ദുസ്വാധീനം മുഴുവൻ വന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. ലിപ്സ്റ്റിക് വ്യാപകമായി ഒക്കെ മുസ്ലിം പെൺകുട്ടികളാണ് വന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് അതപ്പോൾ തീരെ നഷ്ടപ്പെട്ടത് മുസ്ലിം പെൺകുട്ടികൾക്കാണ്. എന്താ കാരണം? അടിസ്ഥാനപരമായി ദഅവത്ത് സമൂഹത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. പടലപ്പിണക്കങ്ങളാണ് സത്യത്തിൽ 985 ശേഷം കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ നടന്നത്. പടലപ്പിണക്കങ്ങളും അതിൻ്റെ വസ്തുതകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും. ഈ 40 കൊല്ലം എന്ന് പറയുന്നത് പിശാച് നശിപ്പിച്ചു. ഇപ്പോൾ ഇവർ തമ്മിൽ പറയുന്നത് അയാൾ കുഴപ്പമൊന്നുമില്ല, നല്ല ആളാണ്. എങ്കിൽ ഈ 40 കൊല്ലം എന്ത് നഷ്ടപ്പെടുത്തി? നമ്മളെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയാനകമായ കാലഘട്ടമാണ്. അതിനെ മനസ്സിലാക്കുക എന്നതാണ് ഇന്ന് യുവതീവാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇന്നത്തെ കാലത്തെ മനസ്സിലാക്കണം. സ്ഥലകാല ബോധമാണ് ഏറ്റവും വലിയ അറിവ്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. അറഫ ദിവസമാകുമ്പോൾ അറഫ രാത്രിയാണ് പകലാണെന്ന് അറിയുക, അത് തിരിച്ചറിവ്. അത് ആ സമയത്തെ പറ്റി അറിയണം. ഒരറിവ്, തിരിച്ചറിവ് അത് വേണം. ഇപ്പം ചില സ്ഥലങ്ങളിലെത്തിയാൽ അവിടെ നിന്ന് പെട്ടെന്ന് പോരാൻ തോന്നുക, അതൊരറിവാണ്. എന്തുകൊണ്ട്? അതിൻ്റെ മാഹൗലിലൊരു പൈശാചികത നമുക്ക് ബോധ്യപ്പെടും. എനിക്ക് ഈ ആഴ്ചയും അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 2 ആളുകളുണ്ടായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു അസുഖകരമായൊരവസ്ഥ ഉണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഒഴിവായി വേഗം. എന്തുകൊണ്ട്? ഒരു പൈശാചിക സ്വാധീനം അവിടെ ഉണ്ട്, അതൊരറിവാണ്. നമ്മളൊരു ഇപ്പം ഓരോ സന്ദർഭത്തിലും ഇപ്പം മുഹറമാണെങ്കിൽ ഇത് മുഹറമാണെന്നറിയാം, റജബാണെങ്കിൽ റജബാണെന്നറിയാം, റബീഉൽ അവ്വലാണെങ്കിൽ റബീഉൽ അവ്വലാണെന്നറിയാം, റമളാനാണെങ്കിൽ റമളാനാണെന്നറിയാം. സ്ഥലബോധം അങ്ങനെ തന്നെയാണ്. ഞാൻ മക്കയിലെത്തിയാൽ ഞാൻ മക്കയിലെത്തി എന്നറിയണം, അല്ലാതെ അവന് മുതലെടുക്കാൻ കഴിയില്ല. അവിടെ അത് മുതലെടുക്കണമല്ല, ആ സമയത്തെ അവൻ മുതലെടുക്കണ്ടേ. ഞാൻ മക്കയിലാണെങ്കിൽ മക്കയിലാന്ന് അറിയണം, ഞാൻ മദീനയിലാണെങ്കിൽ മദീനാന്ന് അറിയണം. ഈ സമയം സന്ദർഭം അറിയണം. ഇപ്പം ഇന്നത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ ദുഹാനി സന്ദർഭമാണ്. ഇത് ദുഹാനാണ്. ഇനി ഇതിനേക്കാൾ വലിയ ദുഹാൻ ഉണ്ടാവില്ലേ? ഉണ്ടാകും. ദുഹാൻ ഇനി 2026 വലിയ ദുഹാൻ 2027 ആയിരിക്കും, പിന്നെ 2028 ആയിരിക്കും. അങ്ങനെ ദുഹാൻ എന്നാൽ പുക. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് പുക മൂടുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിസിക്കലി പുക ലോകത്തൊക്കെ ഉണ്ട്, ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക പുക വരുന്നതിനും ഞാനെതിരല്ല, അങ്ങനെയൊക്കെ വന്നേക്കാം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പറഞ്ഞത് അതിൻ്റെ പദത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മാത്രം നോക്കിയാൽ മതിയാവില്ല. അങ്ങനെ നോക്കിയപ്പോൾ സ്വഹാബിയത്തുകൾക്ക് പോലും തെറ്റുപറ്റി, ഉമ്മഹാത്തുൽ മുഅ്മിനീന് തെറ്റുപറ്റി. ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് വഫാത്തായാൽ ആദ്യം എത്തുക എന്ന് ചോദിച്ചപ്പോൾ അത്വലുക്കുന്ന യദൻ, നിങ്ങളിൽ കൈനീളമുള്ള ആൾ എന്നാ, ഏറ്റവും കൈനീളമുള്ള ആൾ എന്നാ പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈത്തപ്പനയുടെ വടി കൊണ്ട് വന്നിട്ട് കൈ അളന്നു. അപ്പോൾ സൗദാ ബീവിയാണ് ഏറ്റവും കൈനീളം. അപ്പോൾ അവർ സന്തോഷിച്ചു, എനിക്ക് റസൂലുള്ളാഹി പോയ നബിൻ്റെ അടുത്തേക്ക് ആദ്യം എത്താൻ. പക്ഷെ സൗദാ ബീവി അല്ല ആദ്യം വഫാത്തായത്. ഉമ്മുൽ മസാക്കീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ബീവിയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്?
അപ്പൊ ഈ അത്വരക്കുന്ന യദൻ എന്ന വാക്കിന്റെ അർത്ഥം പിന്നീടാണ് സ്വഹാബികൾക്ക് മനസ്സിലാവുന്നത്. അത് ദാനധർമാണ്. ആർക്കാണ് ഇവിടെ പേച്ചത്? വഫീഹിന്ന ആയിഷത്തു സിദ്ദീഖ ആലമു ഉമ്മത്തിൽ ഇസ്ലാം, ആലിമത്തു ഉമ്മത്തിൽ ഇസ്ലാം. മുസ്ലിം ജനകോടികൾക്കിടയിലെ ഏറ്റവും വലിയ പണ്ഡിതയാണ് ആര്? ആയിഷ ബി. അവരെ ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് വെച്ചു. അപ്പം അത് നമ്മൾ ചിന്തിക്കണം. പറയണ ആളാരാന്ന് മനസ്സിലാക്കണം. അതായത് ഹദീസിന്റെ കേവലം ആ പദങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവൂല. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ ആളല്ലേ, അഫ്സഹുന്നാസല്ലേ, ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനല്ലേ മുഹമ്മദ് മുസ്തഫ. അവരുടെ വാക്കുകളുടെ അർത്ഥം എത്രയായിരിക്കും? ആ പദത്തിന് അതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ അതൊന്നും ആവില്ല, ഭയങ്കരമായിരിക്കും അത്. ഇത് ദുഹാന്റെ കാലം തന്നെയാണ്. എന്താ ദുഹാന്റെ കാലം? തിരിച്ചറിവ് നഷ്ടപ്പെടുക, നമുക്ക് മനസ്സിലാവൂല. ഒരു കാലം വരും, തകൂനു ഫിഹാ ഫിതനുൻ, ഫിതനകൾ ഉണ്ടാവും. യുസദ്ദഖു ഫീഹൽ കാദിബു വയുകദ്ദബു ഫീഹാ സ്വാദിഖു. ഒരാൾ നേരാണ് പറയണമെങ്കിൽ അത് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും നേര് പറഞ്ഞവൻ അംഗീകരിക്കാൻ അക്കാലത്ത് കഴിയില്ല. ويكذب فيها الصادق ويصدق فيها الكاذب. ഒരു കളവ് പറയുന്നവൻ പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കാനും അന്ന് ലോകത്തിലെ ആളുകൾക്ക് അറിയില്ല. അതായത് സത്യം പറയുന്നവനെ സമൂഹം എന്ത് മനസ്സിലാക്കും? അപ്പറഞ്ഞ തെറ്റാണ് മനസ്സിലാക്കും. പക്ക കളവ് പറയായിരിക്കും, അത് സത്യാന്ന് മനസ്സിലാക്കും. ഇപ്പം മനുഷ്യനെ പറ്റിക്കാനുള്ള ശാസ്ത്ര സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഉദാഹരണം പറയാം, ഒരു കമ്പനിയുടെ PRO, ഈ PROമാർക്ക് കമ്പനി പഠിപ്പിക്കൽ അതിൽ ശാസ്ത്രമുണ്ട്. അങ്ങനെ ഏത് ചൂഷണവും ഏത് മോശപ്പെട്ട കാര്യവും മനുഷ്യനെ പറഞ്ഞ് പിടിപ്പിക്കാനുള്ള ശാസ്ത്രം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അതായത് അതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കുക. ചില ആളുകൾ പറഞ്ഞു പോയാൽ നമ്മളതിൽ പെട്ടുപോകും. പെട്ടുപോകും. തോരാതെ വായു നിർത്താതെ സംസാരിക്കാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊരു ശാസ്ത്രമാണ്. അതിലവർ നമ്മൾ പെട്ടുപോകും. ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരൻ ഒരിക്കൽ ഒരു 15 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചു. അയാൾ നാവ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നാവ് ഇങ്ങനെ കളിക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെ ഞാൻ 15 കൊല്ലം മുമ്പ് കണ്ടതാണ്, പക്ഷെ ഒന്നും അത് മറക്കൂല. ഞാൻ കണ്ട ഏറ്റവും വലിയ സംസാരിക്കുന്ന ആൾ എൻ്റെ ജീവിതത്തിൽ കണ്ടത് അയാളാണ്. ഈ നാവിന് ഇവിടെ ഭാഗത്ത് ഇളകാതെ ഇവിടെ മാത്രം ഇളകാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. പദങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നു. എന്തൊരു തോഫി കൊണ്ട് ഞാനിതിൽ പെട്ടില്ല. നമ്മൾ പോലും പെട്ടുപോകും. കാരണം ഇൻഷുറൻസ് ഇല്ലാതെ ഇനി ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇന്ന് മനസ്സിലാവും. ഒരു കളവ് പറയുന്നവൻ പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കാനും അന്ന് ലോകത്തിലെ ആളുകൾക്ക് അറിയില്ല. അതായത് സത്യം പറയുന്നവനെ സമൂഹം എന്ത് മനസ്സിലാക്കും? അപ്പറഞ്ഞ തെറ്റാണ് മനസ്സിലാക്കും. പക്ക കളവ് പറയായിരിക്കും, അത് സത്യാന്ന് മനസ്സിലാക്കും. ഇപ്പം മനുഷ്യനെ പറ്റിക്കാനുള്ള ശാസ്ത്ര സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഉദാഹരണം പറയാം, ഒരു കമ്പനിയുടെ PRO, ഈ PROമാർക്ക് കമ്പനി പഠിപ്പിക്കൽ അതിൽ ശാസ്ത്രമുണ്ട്. അങ്ങനെ ഏത്
ചൂഷണവും ഏത് മോശപ്പെട്ട കാര്യവും മനുഷ്യനെ പറഞ്ഞ് പിടിപ്പിക്കാനുള്ള ശാസ്ത്രം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലോണ്ട് പറഞ്ഞത്. അതായത് അതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കുക. ചില ആളുകൾ പറഞ്ഞു പോയാൽ നമ്മളതിൽ പെട്ടു. പെട്ടുപോകും. വാ തോരാതെ വായു നിർത്താതെ സംസാരിക്കാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊരു ശാസ്ത്രമാണ്. അതിലവർ നമ്മൾ പെട്ടുപോകും. ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരൻ ഒരിക്കൽ ഒരു 15 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചു. അയാൾ നാവ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നാവ് ഇങ്ങനെ കളിക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെ ഞാൻ 15 കൊല്ലം മുമ്പ് കണ്ടതാണ്. പക്ഷെ ഒന്നും അത് മറക്കൂല. ഞാൻ കണ്ട ഏറ്റവും വലിയ സംസാരിക്കുന്ന ആൾ എൻ്റെ ജീവിതത്തിൽ കണ്ടത് അയാളാണ്. ഈ നാവിന് ഇവിടെ ഭാഗത്ത് ഇളകാതെ ഇവിടെ മാത്രം ഇളകാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. പദങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നു. എന്തൊരു തോഫീക്ക് കൊണ്ട് ഞാനതിൽ പെട്ടില്ല. നമ്മൾ പോലും പെട്ടുപോകും. കാരണം ഇൻഷുറൻസ് ഇല്ലാതെ ഇനി ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇന്ന് മനസ്സിലാവുക. ഭയങ്കരമാണ്. ഒരു മുസ്ലിമാണ് അയാൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെട്ടത് ഈ വ്യക്തിയെ കണ്ടപ്പോഴാണ്. എന്തുകൊണ്ട്? നാവ് കൊണ്ടൊരു ജനത നാശത്തിലാവുന്ന പുണ്യറസു പറഞ്ഞിട്ടുണ്ട്. അതിന് ശാസ്ത്രമുണ്ട്. അതൊരു ശാസ്ത്രമാണ്. ഈ പറയുന്ന വ്യക്തി പറയുന്നത് നമ്മൾ സത്യമാണ് മനസ്സിലാക്കും. അത് സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രം ഇന്ന് ലോകത്തുണ്ട്. ഈ പരസ്യങ്ങൾ എന്നത് വളരെ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. പണ്ട് കാലത്ത് പരസ്യങ്ങളില്ല. പരസ്യങ്ങളൊരു പറ്റിക്കലാണ്. തിരിഞ്ഞിട്ടില്ല. പരസ്യങ്ങൾ എന്നതൊരു പറ്റിക്കലാണ്. പരസ്യങ്ങളൊരു പറ്റിക്കലാണല്ലോ പരസ്യം. ഇപ്പം പണ്ട് കാലത്ത് നമുക്ക് ആവശ്യങ്ങളാണ്. ഇപ്പം നമുക്ക് ആവശ്യങ്ങളല്ല. ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടി കുറച്ച് പൈസ അവരെ കയ്യിലുണ്ടെന്ന് സങ്കല്പിക്കാം. ഏകദേശം ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. ഉണ്ടെങ്കിൽ അവർ സാധനം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സാധനം എന്ന് നീ ഒന്ന് എഴുതിക്കോന്ന് അയാൾ അവളോടും പറയില്ല. ഞാൻ പറഞ്ഞ ഞങ്ങളതൊന്ന് എഴുതി നമുക്ക് സാധനം വാങ്ങാമെന്ന് അവൾ അയാളോടും പറയില്ല, അയാൾ അവളോടും പറയില്ല. പുതിയ കാലം. അവർ മാർക്കറ്റിൽ പോവും, കാണുന്നൊക്കെ എടുക്കും. ഇതാണ് പുതിയ മാർക്കറ്റിംഗ് രീതി. ആണോ അല്ലേ? ഇത് തെറ്റല്ലേ? ഇത് കുറ്റകരല്ലേ? അത് യാതൊരു വിലയും മനുഷ്യൻ പണത്തിന് കൽപ്പിക്കണില്ല. അത് മനുഷ്യൻ ആവശ്യങ്ങളല്ല ഉള്ളത്. ചില സാധനങ്ങൾ അവനും അവളും എടുത്ത് വീട്ടിലെത്തിയിട്ടാണ് മനസ്സിലാവുക ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ കൊടുന്നിട്ടുള്ള ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൗതുകം വീണ്ടും അത് വാങ്ങിപ്പിച്ചു. അതായത് ബുദ്ധി ഇല്ല. അത് നേരത്തെ വാങ്ങിയത് വീട്ടിൽ കിടക്കുന്നുണ്ട് എന്നത് അവനോട് പറയാൻ മറന്നു, അറിയില്ല. പിന്നെ സ്റ്റോർ റൂം തുറക്കുമ്പോഴാണ് ഈ സാധനം കാണുക. അപ്പം പിന്നെ ഇനിയിപ്പോൾ വേണ്ടെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ തൽക്കാലം എന്താ ഇപ്പം ചെയ്യുക? ഒരു സാധനത്തിനെ കാണുമ്പോൾ ആ സാധനത്തിന് ഓർഡർ കൊടുക്കും. ഇപ്പം വീട്ടിൽ സാധനം എത്തിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൗതുകം. അത് സമാനമായൊരു സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പുതിയൊരു കൗതുകം കണ്ടാൽ ഓർഡർ കൊടുക്കും. എന്താ ഇതിന് കാരണം? ഈ സാധനവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ നമ്മളെ അത് വാങ്ങാൻ നിർബന്ധിക്കും. ഇത് പറ്റിക്കലാണോ അല്ലേ? ഇത് 100% പറ്റിക്കല്ലേ? ഇത് ചതിയല്ലേ? ഉണ്ട്. അതെ 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 അങ്ങനെയാണ്. നമ്മൾ എന്താ പറയുക, ഈ ഷവർമ പോലത്തെ സാധനങ്ങൾ, ഈ ചുവപ്പിന് ആർത്തിയുടെ പ്രതീകമാണ്. ചുവപ്പ് കണ്ടാൽ ആർത്തി വരുന്ന മനുഷ്യന്. അപ്പം അതുകൊണ്ടാണ് ഈ തിരിയുന്ന കോഴി, അതിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ചുവപ്പ് കളർ. അത് ആർത്തി മനുഷ്യന് വരും, പ്രത്യേകിച്ച് കുട്ടികൾ. ഇത് പറ്റിക്കുന്ന കളറാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ കുറച്ചാളുകൾ മാത്രമാണ്.
കുട്ടികൾക്ക് അങ്ങനെയല്ല വരിക. ഇതൊക്കെ പറ്റിക്കലാണ്, 100% പറ്റിക്കലാണ്. കച്ചവടം തന്നെ പറ്റിക്കലായി മാറിയില്ലേ? കച്ചവടത്തിൽ ഒരു വലിയ ശതമാനം ഹറാമാണ്. കാരണം ജനങ്ങളെ പറ്റിക്കലാണ്. വലിയൊരു ശതമാനം കച്ചവടം പറ്റിക്കലാണ്. എന്താണ് ഹലാല് എന്താണ് ഹറാം എന്ന് തിരിച്ചറിയാത്ത കാലഘട്ടം വന്നു കഴിഞ്ഞു. നമ്മൾ പറയും ആ സാധനത്തിന് പിന്നിൽ ചില പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ പരസ്യങ്ങൾ പറ്റിക്കലാണ്. എവിടെ പറ്റിക്കൽ? ഇത് ജനങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണ്? ജനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങുമല്ലോ. വാങ്ങലിൻ്റെ പിന്നിലെ പ്രചോദനം എന്തായിരിക്കണം? ആവശ്യമായിരിക്കണം. ഇന്ന് വാങ്ങലിൻ്റെ പിന്നിലെ പ്രചോദനം എന്തല്ല? ആവശ്യമല്ല, കൗതുകമാണ്. ആധുനികത എന്ന് പറഞ്ഞാൽ 100% പറ്റിക്കലാണ്. ഇത് ആരെ കൊണ്ടുവന്ന? യൂറോപ്യന്മാർ എന്നും കള്ളന്മാരാണ്. അപ്പൊ അവരുടെ ശാസ്ത്രീയ സംവിധാനങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ 100% തെറ്റാണ്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നീ ഇല്ലാത്തത് നീ ആവുകയാണ്, വരുത്തി വെക്കുകയാണ്. എന്തതിൻ്റെ ആവശ്യം? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിൽ അറിയപ്പെടുന്ന പ്രബോധകന്മാർ വരെ അത്തരം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതായത് ഒരാളെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുക. ഇത് എവിടുന്നാ വന്നത്? ഈ ശാസ്ത്രം എവിടുന്ന് വന്നതാ? യൂറോപ്പിൽ നിന്ന്. എന്തായാലും ആവശ്യം? ചതി. യൂറോപ്പിൽ നിന്ന് ചതിയല്ലാതെ വന്നിട്ടേ ഇല്ല. എല്ലാം ചതിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിന്? എന്താണ്? ചോദിച്ചോ. 100 ചോദ്യം ചോദിച്ചാൽ ഞാൻ ഈ കാലിളക്കാതെ മറുപടി അറിയും. എന്തിന് എൻ്റെ ചോദ്യം? എന്തിന്? എന്ത് ഡെവലപ്മെൻറ്റ്? ദുനിയാവിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കലല്ലടോ ആ ഡെവലപ്മെൻറ്റ്. ഇസ്ലാമിലെ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇസ്ലാമിലെ ഡെവലപ്മെൻറ്റ് എന്താണ്? അത് പറയാം. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا. ഇതാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. والآخرة خير وأبقى. മനസ്സിലാകുന്നില്ല. ഇസ്ലാമിയത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മുളക്കല്ല, അടിയേക്ക് മുളക്കലാണ്. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, നമ്മളെ ഐഹിക ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഡെവലപ്മെൻറ്റ്. അതല്ലേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്? ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഉസ്താദ് എൻ്റെ വന്നിട്ട് ഇജ് ഇങ്ങനെയൊന്നും ആയാൽ പോരട്ടോ, ഇജ് ഒന്നും കൂടി അള്ളാഹിൻ്റെ അടുത്ത് കിടക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് എന്താ പറയുക? ഇങ്ങനെ ഇട്ടാൽ പോരാ, ഒന്നും കൂടി എന്ത് ചെയ്യണം? കഴുത്തിലൊരു സാധനം കെട്ടണം. അപ്പോൾ ഓരോന്നിനനുസരിച്ച് ആകണം. അവർ പറയുന്ന ആ ഷൂവിൻ്റെ ബ്രാൻഡ് ഉണ്ടാവും, അതെടുക്കുക. ആ പേനൻ്റെ ബ്രാൻഡ്, മൊബൈൽ അതിൻ്റെ ബ്രാൻഡ്, അത്തരം ബ്രാൻഡുകളാണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ കാണുമ്പോഴത്തേന് മറ്റേ ആൾക്ക് എന്നെപ്പറ്റി എന്ത് തോന്നണം? ഇയാളൊരു ഭയങ്കര അട്രാക്റ്റീവ് പേഴ്സണാണ് ഇയാൾ. ആ കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. ഒരു മുസ്ലിം അല്ലാത്ത സ്ത്രീ എന്നെ ബത്ലഹേമിൽ വെച്ച് കളിയാക്കി. 2010 എൻ്റെ ഓർമ്മ. 2010 ബത്ലഹേമിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒരു ക്രിസ്ത്യാനികളെ സത്രമാണ്. അവിടെയാണ് എനിക്ക് റൂം. ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നതാണ്. ആ ബൈത്തുൽ മുഖദ്ദസിൻ്റെ തൊട്ട് ഭയങ്കര റൈറ്റാണ്. അപ്പോൾ കുറച്ചുകൊണ്ട് ബത്ലഹേമിലേക്ക് പോകും. നമുക്ക് ഒന്നിച്ച് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ വലിയ സന്ദർഭങ്ങളാണ്. അതൊക്കെ നമ്മൾ ഒന്നിച്ച് പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ചരിത്രം ഉറങ്ങുന്ന വല്ലാത്ത സ്ഥലങ്ങളാണ് അതൊക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലെല്ലാവരും ആഗ്രഹിക്കും ഒക്കെ ഒന്നിച്ച് നമ്മുടെ ക്ലാസ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബത്ലഹേമിലേക്ക്, ജെറൂസലേമിലേക്ക്. ജെറൂസലേമിൽ തൊട്ടടുത്താണ് ബത്ലഹേമിൽ. 1-2 കുന്നങ്ങോട്ട് കഴിഞ്ഞാൽ മതി. വലിയ ടൗണാണ് അതൊക്കെ. അപ്പോൾ 2010 എൻ്റെ ഓർമ്മ. ഒരു 2008 അല്ലെങ്കിൽ 2010 ആയിരിക്കും ആ സമയം.
അപ്പോൾ അവർ എന്നെ കളിയാക്കി. എന്താ കളിയാക്കണത്? നിങ്ങൾ പിന്നെ എന്താ പറയുക, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊന്നും ബോധമില്ല, നിങ്ങൾക്കൊരു കൾച്ചറില്ല, നിങ്ങൾ കൈകൊണ്ട ഭക്ഷണം കഴിക്കുക, നിങ്ങൾ നൈഫൊന്നും ഉപയോഗിക്കില്ല, നിങ്ങൾ പോർക്ക് ഉപയോഗിക്കില്ല, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് അവർ പറഞ്ഞ് നിങ്ങൾ എന്തിനാ കൈ കൊണ്ട് കഴിക്കുന്നത്? അതിനൊക്കെയുള്ള ഉപകരണങ്ങൾ ഈ ലോകത്ത് ലഭ്യമല്ലേ? ഇതാരുടെ രീതിയാണ്? യൂറോപ്പിൻ്റെ രീതിയാണ്. അപ്പം നമ്മൾ ധാരാളം അങ്ങനെ പെട്ടുപോയി. ഈ രീതി പിൽക്കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിന് ഫ്രാൻസിന് സ്വാധീനം ഉണ്ടായി. കത്തി മുള്ളും കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിങ്ങൾ ഞാൻ കൂടുതൽ കണ്ടത് ഈജിപ്തിലാണ്. ഫാൻസും ജീൻസും ഒക്കെ ധരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ നേരത്തെ തന്നെ കണ്ടത് 25 കൊല്ലം മുമ്പ് കണ്ടത് ഈജിപ്തിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് പെൺകുട്ടികൾ അങ്ങനെ വന്നു കഴിഞ്ഞു. എല്ലാമായി ജീൻസ് ധരിക്കുക, അവരുടെ പുക്കിളിനോട് അനുബന്ധിച്ച ഒരു ടോപ്പ് ധരിക്കുക, അതൊക്കെ നമ്മളെ പെൺകുട്ടികൾക്ക് വന്നു. പക്ഷേ ഇത് നേരത്തെ തന്നെ ഈജിപ്തിലുണ്ട്. ഈജിപ്തിനത് ആരുടെ സ്വാധീനമാണ്? ഫ്രാൻസിൻ്റെ സ്വാധീനം. മുസ്ലിം പെൺകുട്ടികളാണ്. ഇതിന് ഏറ്റവും ദുസ്വാധീനം മുഴുവൻ വന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. ലിപ്സ്റ്റിക് വ്യാപകമായി ഒക്കെ മുസ്ലിം പെൺകുട്ടികളാണ് വന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് അദബ് തീരെ നഷ്ടപ്പെട്ടത് മുസ്ലിം പെൺകുട്ടികൾക്കാണ്. എന്താ കാരണം? അടിസ്ഥാനപരമായി ദഅവത്ത് സമൂഹത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. പടലപ്പിണക്കങ്ങളാണ് സത്യത്തിൽ 985 ശേഷം കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ നടന്നത്. പടലപ്പിണക്കങ്ങളും അതിൻ്റെ വസ്തുതകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും. ഈ 40 കൊല്ലം എന്ന് പറയുന്നത് പിശാച് നശിപ്പിച്ചു. ഇപ്പോൾ ഇവർ തമ്മിൽ പറയുന്നത് അയാൾ കുഴപ്പമൊന്നുമില്ല, നല്ല ആളാണ്. എങ്കിൽ ഈ 40 കൊല്ലം എന്ത് നഷ്ടപ്പെടുത്തി? ഞാൻ അയാൾ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പണ്ട് ഇതിനൊക്കെ എതിരാണ്. കുറച്ചാൾ ഞാനും ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇതൊക്കെ തെറ്റാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്ക് പറഞ്ഞോ തോന്നി പറഞ്ഞുതരാം. എന്താണ് ഈ സമൂഹത്തിന് ഇങ്ങനെ വരാൻ കാരണം? മലബാറിൽ ഇത്തരം ദുസ്വാധീനം വരാനുള്ള പ്രധാന കാരണം മലബാർ ദീനേ ഇല്ല. മലബാറിൽ ദീന് തന്നെ ഇല്ല. മലബാറിൽ ദീനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾ തിരുവിതാംകൂർ മുസ്ലിങ്ങൾക്കിടയിൽ കുറച്ച് ദിവസം താമസിക്കാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയത് ആയിരുന്നത് മലബാറിലാണ് ദീനെന്ന വളരെ തെറ്റാണത്. മലബാർ ദീനില്ല. മലബാറിലുള്ള പടലപ്പിണക്കങ്ങൾ മാത്രമാണ്. പിണക്കങ്ങൾ. ആ പിണക്കത്തിന് ന്യായങ്ങൾ കണ്ടെത്തുക. മലബാർ ദീന് കാണുന്നില്ല. മലബാറിലെ ദീനൊക്കെ ഒരു 40 കൊല്ലമായി മരിച്ചു കിടക്കുകയാണ്. ഇത് നിങ്ങളെ വിഷമിപ്പിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇത് സത്യമാണ്. ഉദാഹരണം പറയാം, തെക്കിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരം ഈ പടലപ്പിണക്കങ്ങളും അതിനു വേണ്ടിയുള്ള തെറിവിളികളും സോഷ്യൽ മീഡിയ തെറിവിളികളും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പണ്ഡിതന്മാർക്കിടയിലുള്ള തെറിവിളികൾ ആകെ ഉള്ളത് മലബാറില്ല. ഞാൻ പറഞ്ഞ കളവാണോ? ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവിടെ പേച്ചത് പണ്ഡിതന്മാർക്ക് പേച്ചുപോയി. വലിയ പണ്ഡിതന്മാർക്ക് ആദ്യം പേച്ചു. ഞങ്ങളിങ്ങനെ പിണങ്ങിയാൽ ഒരു സൊസൈറ്റി നശിച്ചു പോകുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു വ്യക്തിയുമായി ഉണ്ടായ പിണക്കം അത് അവർ തമ്മിൽ പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് വേണ്ട ഒരു ദഅവത്ത് സമൂഹത്തിൽ നടന്നില്ല. ഈ പടലപ്പിണക്കങ്ങൾ, പണ്ഡിതന്മാർക്കിടയിലുള്ള പടലപ്പിണക്കങ്ങൾ ഏറ്റവും കൂടുതൽ ദുസ്വാധീനപ്പെടുത്തിയ പുതിയ യൂത്തിനെയാണ്. അവർക്ക് പണ്ഡിതന്മാരെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങളുണ്ടായി. അതുകൊണ്ട് ദഅവത്തിന് സ്വീകാര്യത ഉണ്ടായില്ല. വളരെ സത്യം 100% സത്യം. മലബാർ ദീനേ ഇല്ല. മലബാർ ദീൻ എന്ന പേരിൽ രാഷ്ട്രീയമാണ്. മതം എന്ന പേരിൽ രാഷ്ട്രീയമാണ് മലബാർ നടക്കുന്നത്. ഞാൻ തിരിച്ചു വരാൻ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഞാൻ തുടക്കം പറഞ്ഞു, ഞങ്ങൾ തിരുവിതാംകൂർ മുസ്ലിങ്ങൾക്കിടയിൽ പോയി ഒരാഴ്ച. എനിക്ക് അവിടെയൊക്കെ ബന്ധങ്ങളുണ്ട്. പക്ഷേ ആ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത സമാധാനവും കാണുന്നുണ്ട്. ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ അവിടെയൊക്കെ പോയി താമസിക്കാറുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, ഹൈ റേഞ്ചിലുണ്ട്.
അങ്ങോട്ട് എറണാകുളം കഴിഞ്ഞാൽ കൊല്ലത്തുണ്ട്, ആലപ്പുഴ ഉണ്ട്, അവിടെയൊക്കെ. പക്ഷെ ആ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു സന്തോഷം മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ കാണുന്നില്ല. നമ്മൾ നേരത്തെ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചാണ് മലബാർ എന്നാൽ എൻ്റെ എത്ര പ്രസംഗമുണ്ട് മലബാർ എന്നൊരു ഉദാഹരണമാണെന്നൊക്കെ. ഒരിക്കലുമല്ല. മലബാർ ദീനേ ഇല്ല. മലബാറിൽ തിരുവിതാംകൂറുള്ള ഒരു മുസ്ലിം മലബാറിൽ 1 കൊല്ലോ 2 കൊല്ലോ പാർത്താൽ ആ വ്യക്തി നശിച്ചു. ആ വ്യക്തിയുടെ മതം രാഷ്ട്രീയവും പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളുമായി മാറും. അയാൾ അവിടെ തന്നെ ജീവിക്കലാ നല്ലത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ സത്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പ്രയാസം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ദഅവത്ത് ഏറ്റില്ല. അപ്പം ഹൈന്ദവ സമൂഹം എന്താണെങ്കിലും നേരത്തെ തന്നെ അവരൊരു ചര്യ തുടർന്നു പോരുന്നുണ്ട്. വളരെ ബാക്കിലാണ് അവർ ഈ പരിഷ്കാരത്തെ പിൻപറ്റുന്നതിൽ, വളരെ ബാക്കിലാണ്. നമ്മൾ വളരെ മുന്നിലാണ്. എന്തുകൊണ്ട് ദഅവത്ത് ഏറ്റില്ല? ഏൽക്കുന്നില്ല. ദഅവത്ത് ഏൽക്കണമെന്നല്ല സമൂഹത്തിൽ. ഇതൊക്കെ ഈ യൂറോപ്യൻ ശൈലി അങ്ങനെ തന്നെ സ്വീകരിച്ചു.